നോക്കൂ കുട്ടൻ, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. UDF തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. കുറ്റപത്രം തയ്യാറാക്കി വിചാരണയ്ക്ക് നിങ്ങൾ തയ്യാറായിക്കോളൂ. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത്. ജനകീയ വിചാരണ നടത്താൻ പോകുന്നു, ഞങ്ങൾക്ക് പല കാര്യങ്ങളും പറയാറുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വി ഡി സതീശൻ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ, ഇടതുമുന്നണിക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളൊക്കെ വെള്ളത്തിൽ വന്ന കുമിളകൾ പോലെ പൊട്ടിപ്പോകുന്ന, പൊളിഞ്ഞു പോകുന്ന, പരിമിതപ്പെട്ട ആരോപണങ്ങളായി മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആരോപണത്തിന് ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്നത് പണം നൽകിയാണ്. പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള വാർത്തകൾ എഴുതാൻ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ വന്നത്. ആ ആരോപണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എനിക്കത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കെടുകാര്യസ്ഥതയോ പറഞ്ഞു പിടിച്ചു നിൽക്കാനില്ല ഇടതുമുന്നണി സർക്കാരിനെ കുറിച്ച് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്, പ്രതിപക്ഷ നേതാവിന്. അങ്ങനെ ആകെ മൊത്തത്തിൽ കേരള ജനതയുടെ മൊത്തം പ്രതിപക്ഷമായി മാറുകയാണ്. കേരള ജനതയെ മറുഭാഗത്ത് നിർത്തി അവരെ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിലേക്ക്, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലേക്ക്, നാണം കെട്ട രീതിയിലേക്ക് വി ഡി സതീശനും കൂട്ടരും മാറുന്നു. അതിൻ്റെ ഒരു നേർക്കാഴ്ച നിലമ്പൂരിൽ കാണുന്നു. UDFിലേക്ക് എന്തുകൊണ്ട് UDFിലേക്ക് PV അൻവറിനെ എടുക്കുന്നില്ല എന്നതിനെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഒരാൾ വി ഡി സതീശനാണ്. PV അൻവറിനെ വേണ്ട, UDFിലേക്ക് PV അൻവറിനെ കൊണ്ടുവരേണ്ട എന്ന് വി ഡി സതീശനാണ് കടുംപിടുത്തം പിടിക്കുന്നത്. അതേ വി ഡി സതീശനാണ് രഹസ്യ നീക്കത്തിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയച്ചത്. നോക്കണം ആ ഒരു ഗതികേട്, അതിൻ്റെ ഒരു അവസ്ഥ, കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇത്ര നീതി കെട്ട്, നാണം കെട്ട് പോകേണ്ട അവസ്ഥയിലേക്കായോ കോൺഗ്രസ് എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് PV കുട്ടൻ. കാരണം പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ കോൺഗ്രസിനെ കുറിച്ച് എങ്ങനെയെങ്കിലും കയറി വരട്ടെ, രാഷ്ട്രീയം പറഞ്ഞ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിക്കായിരുന്നു കോൺഗ്രസിനെ കണ്ടത്. പക്ഷേ രാഷ്ട്രീയമല്ല അവർക്കവിടെ പറയാനുള്ളത്. കെടുകാര്യസ്ഥതയുടെയും നാണക്കേടിൻ്റെയും ഗതികെട്ട അവസ്ഥയുടെ ഏറ്റവും അവസാന പടിയിൽ നിന്ന് ഇന്നലെ രാത്രി, അർദ്ധരാത്രി PV അൻവറിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. വിനിഷായി, അൻവറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നലെ വരെ കെ സുധാകരൻ പറഞ്ഞത് അൻവറിനെ ഇനിയും UDFിലേക്ക് എത്തിക്കാൻ താൻ വ്യക്തിപരമായി ശ്രമം നടത്തുമെന്നുള്ളതാണ്. വി ഡി സതീശൻ മറുഭാഗത്ത് തന്നെ ഒരു കാരണവശാലും അൻവറിനെ തങ്ങളുടെ കൂടെ കൂട്ടില്ല, അൻവറിനെ തങ്ങൾക്ക് വേണ്ട എന്നുള്ള കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന, ലംഘിക്കുന്ന നിലപാടുകളാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നായാലും വളരെ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നു. അൻവറിൻ്റെ വിഷയത്തിൽ പോലും ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അൻവർ അതിരൂക്ഷമായ വിമർശനങ്ങൾ. അൻവർ കോഴിക്കോട് പോയി KC വേണുഗോപാലിനെ കാണുന്നതിന് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. ആദ്യം കാണാമെന്ന് തീരുമാനിച്ച, അല്ലെങ്കിൽ കാണാമെന്ന് സമ്മതിച്ച KC പിന്നീട് ആ വാക്ക് മാറ്റുന്നു. അൻവർ അവിടെ മണിക്കൂറുകളോളം കാത്തു നിന്ന് വീണ്ടും ഒതായിലെ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച. അതിലും രസകരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴുണ്ടല്ലോ, PV അൻവർ പോയി നിന്നത് ഫറൂഖ് പാലത്തിലാണ്. മുഹമ്മദ് റിയാസിനെ റീലുണ്ടാക്കി മാത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്ന മന്ത്രി മുഹമ്മദ് റിയാസിനെ കളിയാക്കുന്നവർക്ക് പോയി നിൽക്കേണ്ടി വന്നത് ആ മന്ത്രി നേതൃത്വം കൊടുത്ത പുതുക്കി പണിത പാലത്തിൻ്റെ മുകളിലാണ്. പഴയ പാലത്തിൽ പുതുക്കി പണിത ഫറൂഖ് പാലത്തിൽ PV അൻവർ KC വേണുഗോപാലിനെ 4 മണിക്കൂറോളം കാത്തുനിന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിക്കുന്നുണ്ട്. നോക്കണം കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. അതൊരു വലിയ ട്രോളായിട്ട് ആ ഫറൂഖ് പാലത്തിൻ്റെ മുകളിൽ അൻവർ കാത്തു നിൽക്കുന്നതും അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ വലിയ ട്രോളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻവർ മണിക്കൂറുകളോളം KCയെ കാത്തു നിന്നു, പക്ഷേ KC കാണാൻ തയ്യാറായില്ല. അതിൻ്റെ പിന്നിൽ സതീശനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സതീശനെതിരെ രൂക്ഷമായ വിമർശനം അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് സ്വരാജ് സ്ഥാനാർത്ഥിയായി, LDFിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത് വലിയ ഞെട്ടലാണ് UDF കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നേരത്തെ വെല്ലുവിളിച്ചതൊക്കെയാണ്, സ്വരാജ് എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാ സ്വരാജ് തന്നെ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്ന് MP ഗോവിന്ദ മാസ്റ്റർ പ്രഖ്യാപിക്കുന്നു. സ്വരാജ് ഇന്നലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ടതാണ്. 10,000ങ്ങളാണ് സ്വരാജിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി, നെഞ്ചേറ്റുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. സ്വരാജ് തന്നെ പറഞ്ഞിരുന്നു, രാവിലെ ഒരു ചെറിയ സ്വീകരണം മാത്രമായിരുന്നു ഒരുക്കിയിരുന്നത്. യഥാർത്ഥ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ ആ രാവിലെ 10:30 മണി മുതൽ ഉള്ള ഈ ഒരു ജനസഞ്ചയം എന്ന് പറയുന്നത് ഈ നിലമ്പൂരുകാർ ഇതുവരെ കാണാത്ത അത്രയും വലിയ ജനക്കൂട്ടമായിരുന്നു. സ്വരാജിനെ നെഞ്ചേറ്റിക്കൊണ്ട്, സ്ഥാനാർത്ഥിയായി നെഞ്ചേറ്റിക്കൊണ്ടുള്ള വലിയ പ്രകടനം നടക്കുന്നു. നിലമ്പൂരിൽ നിന്നും, നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ നഗരത്തിലേക്ക് ഒരു 10 മിനിറ്റ് ദൂരമാണുള്ളത്. പക്ഷേ ആ ദൂരം താണ്ടുന്നതിന് വേണ്ടി 2 മണിക്കൂറുകളോളം എടുക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സ്വരാജിൻ്റെ റോഡ് ഷോ ഈ നാടിനെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് നഗരത്തിൽ നിന്നും ഈ നിലമ്പൂർ ടൗണിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ രാത്രി 9 മണിയോടുകൂടി എടക്കരയിൽ സമാപിക്കുമ്പോൾ 10,000ങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും തങ്ങളുടെ പ്രിയപ്പെട്ട സാരഥിയെ, പ്രിയപ്പെട്ട നേതാവിനെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും UDF കേന്ദ്രങ്ങളിൽ വലിയ അങ്കലാപ്പുണ്ടാക്കും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും നമുക്കറിയാം UDFൻ്റെ സൈബർ ടീമിൻ്റെ ചില പ്രവർത്തനങ്ങളുണ്ടാകും. ഇത്തവണ സ്വരാജിനെതിരെ, സ്വരാജ് ഈ ദുരന്തകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകളുടെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളുടെ പ്രചാരണമാണ്. പക്ഷേ അതൊക്കെ അപ്പോൾ തന്നെ പൊളിച്ചെടുക്കുന്ന രീതികളിലേക്കുള്ള തെളിവുകൾ സഹിതമുള്ള വിശദീകരണം ഉൾപ്പെടെ രംഗത്ത് വരുന്നുണ്ട്. PV അൻവറിനൊപ്പം തന്നെ M സ്വരാജ് അന്ന് തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ദുരന്തം നടന്നത് നിലമ്പൂരിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ തുടർച്ചയായി ആ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു. അത്തരത്തിൽ വലിയ പല തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെയാണ് നിലമ്പൂർ ഇപ്പോൾ കടന്നു പോകുന്നത്. വിനിഷ, അത് ഇനി LDFന് ഏറ്റവും വലിയ ആവേശം പകരുന്നത് മറ്റൊരു കാര്യമെന്നുള്ളത്, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഉച്ചയോടുകൂടി ഇവിടെ എത്തും. 3:30 മണിക്കാണ് LDFിൻ്റെ മണ്ഡലം കൺവെൻഷൻ. വലിയ ഒരു ജനസഞ്ചയം ഈ കൺവെൻഷന് എത്തും. ഇന്നിപ്പോൾ രാവിലെ ചെറിയ രീതിയിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മഴയുണ്ടെങ്കിൽ പോലും ഇന്നലെയും മിനിയാന്നുമൊക്കെ നടന്ന പ്രകടനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് നിരവധി പേർ എത്തിച്ചേരുമെന്നുള്ളതാണ്. കാരണം ഈ നിലമ്പൂർ മണ്ഡലത്തിന് വേണ്ടി മാത്രം കഴിഞ്ഞ 9 വർഷത്തിന് ഇടയിൽ 2,000 കോടിയിലധികം രൂപയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ എണ്ണി LDF പ്രവർത്തകർ, LDFിൻ്റെ നേതാക്കളും പറയുന്നുണ്ട്, വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വികസന നായകനെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയും ഒക്കെ നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേരും. വിനിഷ.